89 സങ്കീർത്തനം 20, 21, 22 വാക്യങ്ങൾ. സാംസ് 89. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും, എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല, വഷളൻ അവനെ പിടിപ്പിക്കുകയുമില്ല. എന്തുകൊണ്ട് ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് വഷളന് പീഡിപ്പിക്കാൻ പറ്റുന്നില്ല? ശത്രുവിന് തോൽപ്പിക്കണമെന്നുണ്ട്, ഇല്ലേ? നിന്നെ തോൽപ്പിക്കാൻ ഒരുപാട് സംഗതികൾ നിന്റെ ചുറ്റും, നിന്റെ പുറകെ ഇല്ലായിരുന്നോ? പക്ഷെ തോറ്റില്ലല്ലോ. പലരും പീഡിപ്പിക്കാൻ നോക്കിയില്ലേ? മാനസിക പീഡനം, ചിന്തകളുടെ പീഡനം, ടെൻഷനുകൾ, ഭാരങ്ങൾ, ആങ്സൈറ്റി, വെപ്രാളം, ഇങ്ങനെ ഒത്തിരി വിഷയങ്ങളിലൂടെ പോയില്ലേ? എന്നിട്ടൊന്നും പറ്റിയില്ലല്ലോ. എന്താ കാരണം? ദൈവം നിന്നെ കണ്ടതുകൊണ്ട്, അവൻ നിന്നെ അഭിഷേകം ചെയ്തതുകൊണ്ട്. ഈ 23 സങ്കീർത്തനം ദാവീദ് എഴുതുമ്പോൾ ദാവീദ് പറയുന്നുണ്ട്, ശത്രുക്കൾ കാണുക അവൻ എനിക്ക് വിരുന്നൊരുക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പഴയ പാട്ട്, വെരി ഓൾഡ് സോങ്, ഞാൻ ഈ പാട്ട് ഇങ്ങനെ കേട്ടോണ്ട് പോകുമ്പോൾ ഈ ദാവീദിന്റെ ജീവിത ചരിത്രങ്ങളിലൂടെ ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ഒരു 10-15 മിനിറ്റ് എൻ്റെ മൈൻഡിൽ മുഴുവൻ ദാവീദായിരുന്നു. ആ സമയത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതായ ഒരു സന്ദേശമാണ് ഇന്ന് കൈമാറുന്നത്. ദാവീദ് എന്ന് പറയുന്ന ദൈവ മനുഷ്യന്റെ ലൈഫിൽ സർവശക്തനാകുന്ന ദൈവം താൻ ചെന്നെടുത്തൊക്കെയും തനിക്ക് ജയം നൽകി എന്ന് തിരുവചനത്തിൽ കാണുന്നു. ദാവീദ് എവിടൊക്കെ ചെന്നോ അവിടൊക്കെ ദാവീദിന് ദൈവം ജയം കൽപ്പിച്ചു. ഇന്നും ആ ദൈവം ജീവിക്കുന്നു, ഇന്നും ആ ദൈവം പ്രവർത്തിക്കുന്നു, ഇന്നും ദാവീദിന്റെ ദൈവം നമ്മുടെ നടുവിൽ ഉണ്ട്. ഇവിടെ പ്രധാനമായും ഞാൻ കണ്ട 2 കാര്യം. ഒന്ന്, ദാവീദിനെ ദൈവം കണ്ടെത്തി. 2, ദൈവം അവനെ അഭിഷേകം ചെയ്തു. ഞാൻ ആ വാക്യം അതിൻ്റെ ഒരു അർത്ഥം പറഞ്ഞിട്ട് ഞാനൊരു ഭാഗത്തിലോട്ട് വരികയാണ്. ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ വാക്യത്തിലേക്ക് നോക്കണം. ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം അവനെ അഭിഷേകം ചെയ്യുന്നു. ദൈവം ഒരുവനെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൈ അവൻ്റെ കൂടെ സ്ഥിരമായിരിക്കുന്നു. ദൈവത്തിൻ്റെ കൈ ഒരുത്തൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ശത്രു അവനെ തോൽപ്പിക്കുകയില്ല, വഷളൻ അവനെ പീഡിപ്പിക്കുകയില്ല. ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം കണ്ടിരിക്കുന്നവനെ ദൈവം തൻ്റെ ആത്മാവിൽ നിറയ്ക്കുന്നു, ദൈവം അഭിഷേകം ചെയ്യുന്നു. ദൈവം ഒരുവനെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൈ അവൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ കൈ കൂടെയുള്ള കാരണം കൊണ്ട് ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല, വഷളനെ പീഡിപ്പിക്കാൻ കഴിയില്ല. അവൻ്റെ ഭുജം എപ്പോഴും ബലപ്പെട്ടിരിക്കും. Thank you, Jesus. For our short meditation, let's turn our attention to Psalm 89, 20, 21, 22. I have found David my servant, with my sacred oil I have anointed him. My hand will sustain him, surely my arm will strengthen him. The enemy will not get the better of him, the wicked will not oppress him. Wherever David went, the Lord made him victorious. And there were 2 reasons. The first is that the Lord found David. Secondly, the Lord anointed David. And the pastor says, if the Lord has found you, the Lord will anoint you. Yes. And if the Lord anoints you, the Lord's powerful hand will always be with you. And if the Lord's powerful hand is with you, no enemy will ever prosper against you. This is the message today. ഞാൻ അത് തെളിയിക്കുന്ന ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 30-ാമത്തെ അധ്യായം. 30-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. ദാവീദും തൻ്റെ കൂടെയുള്ള ജനവും കരയാൻ ബലമില്ലാതാകുവോളം, ശക്തി ക്ഷയിക്കുവോളം ഉറക്കെ അവൻ കരഞ്ഞു.
എന്താണ് ഈ നിലവിളിയുടെ കാരണം? എന്താണ് ഈ രോധനത്തിന്റെ പിന്നിലെ പ്രതിസന്ധി? അമാല്യോക്യർ സിക്ലാഗ് ആക്രമിക്കുന്ന സാഹചര്യമാണ്. അമാല്യോക്യർ സിക്ലാഹിനെ ആക്രമിച്ചുകൊണ്ട്, സിക്ലാഹിനെ ജയിച്ചുകൊണ്ട് ഒരിക്കലും ഇനി ആ പട്ടണത്തെ വീണ്ടെടുക്കാൻ കഴിയാത്ത നിലകളിൽ 30-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞു. എന്തിനാണ് അവർ തീ വെച്ചത്? തീ വെച്ചത് ഉന്മൂലനാശം ചെയ്യാൻ. ഇനി ഒരിക്കലും അങ്ങനൊരു പട്ടണം ഉണ്ടാകരുത്. ദാവീദ് ഇസ്രായേലിന്റെ രാജാവായിരിക്കുമ്പോൾ, ദാവീദ് ദൈവപുരുഷനായി നിൽക്കുമ്പോൾ, ദാവീദ് ആ പട്ടണത്തിന്റെ അധിപതിയായി നിൽക്കുമ്പോൾ, ദാവീദിന്റെ പട്ടണത്തെ ഇതാ അമാല്യോക്യർ വന്ന് കീഴ്പ്പെടുത്തി സകലതും ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞു. 4-ാമത്തെ വാക്യത്തിൽ തിരുവെടുത്ത് പറയുന്നു, അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയാൻ ബലമില്ലാതാകുവോളം കരഞ്ഞു. കാരണം ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി അവർ കൊണ്ടുപോയി. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സകലതും നഷ്ടപ്പെട്ടിരിക്കുകയാണ്, സകലതും കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. ഈ പ്രാർത്ഥനാ മനുഷ്യന്റെ, ഈ ദൈവ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധിയെ താൻ ഫേസ് ചെയ്യുകയാണ്. ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ ഏതെങ്കിലും പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നവരുണ്ടോ? ഏതെങ്കിലും വിഷയങ്ങളെ ഫേസ് ചെയ്യുന്നവരുണ്ടോ? അൺഎക്സ്പെക്റ്റഡായി ദാവീദ് ഒരിക്കലും അമാല്യോക്യർ സിക്ലാഗ് തീ വെച്ച് നശിപ്പിക്കുമെന്നോ ചുട്ടുകരിക്കുമെന്നോ ഇല്ലാതെയാക്കുമെന്നോ ആ പട്ടണത്തിലെ സഹോദരിമാരെ പിടിച്ചോണ്ട് പോകുമെന്നോ കുട്ടികളെ അടിമയാക്കുമെന്നോ he never expect, അവൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചതല്ല. പ്രിയ ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ പറയുന്നൊരു സത്യം, നീ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളിലൂടെ ഇന്ന് പകൽ നീ കടന്നു പോകുന്നെങ്കിൽ, നീ പ്രതീക്ഷിക്കാത്ത ചില നഷ്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിൽ, നീ പ്രതീക്ഷിക്കാത്ത ചില മനോഭാരങ്ങൾ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നിനക്ക് നഷ്ടപ്പെട്ടതിനെ വീണ്ടുകൊള്ളുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ നിന്നപ്പോൾ ഞാൻ കേട്ട ഒരു ശബ്ദമുണ്ട്, നഷ്ടപ്പെട്ട ശത്രു കൊണ്ടുപോയ പ്രാർത്ഥനാ ജീവിതത്തെ, പലരുടെയും പ്രാർത്ഥനാ ജീവിതത്തെ പരിശുദ്ധാത്മാവ് തിരികെ കൊണ്ടുവരികയാണ്. ദൈവത്തോടുള്ള ആഴമേറിയ ബന്ധങ്ങളെ പരിശുദ്ധാത്മാവ് റിസ്റ്റോർ ചെയ്യുകയാണ്. ഇനി അങ്ങോട്ടുള്ള ചില ആഴ്ചകൾ, അങ്ങോട്ടുള്ള ചില മാസങ്ങൾ, അങ്ങോട്ടുള്ള ദിനങ്ങൾ നിനക്ക് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറാൻ കഴിയാത്തതുപോലെ, നിനക്ക് കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അകലാൻ കഴിയാത്തതുപോലെ, എന്തോ നിന്നെ വലിച്ചടിപ്പിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം അവന്റെ സാന്നിധ്യത്തിനകത്തും അവന്റെ കൃപയ്ക്കകത്തും അവന്റെ അഭിഷേകത്തിനകത്തും നിന്നെ മറയ്ക്കുന്ന ദിനങ്ങളാക്കുന്നു. ഇത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ശത്രു സിക്ലാഗ് കത്തിച്ചതുപോലെ, ദാവീദിന്റെ പട്ടണത്തെ തകർത്തതുപോലെ, ശത്രു തകർത്തെറിഞ്ഞ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ, ശത്രു തകർത്തെറിഞ്ഞ എൻ്റെ കുടുംബ ജീവിതത്തെ, ശത്രു തകർത്തെറിഞ്ഞ എൻ്റെ തലമുറകളെ, ശത്രു തകർത്തെറിഞ്ഞ എൻ്റെ നന്മകളെ, ശത്രു തകർത്തെറിഞ്ഞ എൻ്റെ ആരോഗ്യത്തെ, ശത്രു തകർത്തെറിഞ്ഞ എൻ്റെ സാമ്പത്തികത്തെ ഇന്ന് പകൽ വീണ്ടുകൊള്ളുന്ന, എവിടെയോ ചോർന്നു പോയ അഭിഷേകത്തെ പരിശുദ്ധാത്മാവ് തിരിച്ചു പിടിക്കുന്ന മണിക്കൂറുകളാക്കി ഈ മണിക്കൂറുകളെ മാറ്റുകയാണ്. ദാവീദും കൂടെയുള്ള ജനവും കരയാൻ ബലമില്ലാതാകുവോളം അവർ ദൈവസന്നിധിയിൽ ഉറക്കെ കരഞ്ഞു. തമ്പുരാന്റെ സന്നിധിയിൽ ഉറക്കെ കരയുന്ന എത്ര പേരുണ്ട്? ദാവീദിന്റെ ഭാര്യമാരെയും 5-ാം വാക്യത്തിൽ വായിക്കുന്നു, ദാവീദിന്റെ ഭാര്യമാരെയും പിടിച്ചോണ്ട് പോയി. 6-ാമത്തെ വാക്യം ബൈബിൾ പറയുന്നു, ദാവീദ് വലിയ കഷ്ടത്തിലായി. ദാവീദ് വലിയ കഷ്ടത്തിലായി, അവൻ വലിയ പ്രതിസന്ധിയിലായി, പ്രതീക്ഷിക്കാത്ത പ്രഷറിലായി. അൺഎക്സ്പെക്ടഡ് വിൻഡ്, പ്രതീക്ഷിക്കാത്ത കൊടുങ്കാറ്റുകൾ. ദാവീദിനെ സംബന്ധിച്ച് അതൊരു അൺഎക്സ്പെക്ടഡ് വിൻഡ് ആയിരുന്നു. ദാവീദ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സിക്ലാഗ് ആക്രമിക്കപ്പെടുമെന്നോ, അത് ശത്രു കത്തിച്ചു കളയുമെന്നോ, അമാല്യോക്യർ കയറി വന്ന് അറ്റാക്ക് ചെയ്യുമെന്നോ ഈ മനുഷ്യൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ കയറി വരുമ്പോഴാണ് നമ്മുടെ കരച്ചിലിന്റെ ഡെപ്ത് കൂടുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച ഒരു വിഷയം ആണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിൽ
ഒരു പ്രതീക്ഷിച്ച രോഗം, പ്രതീക്ഷിച്ച മരണം, പ്രതീക്ഷിച്ച പ്രതിസന്ധി, പ്രതീക്ഷിച്ച നഷ്ടം ആണ് നാം സംഭവിച്ചതെങ്കിൽ നമ്മുടെ കരച്ചിലിന് അത്രയും ഡെപ്ത് കാണും, നമ്മൾ അത്രയും വിഷമിക്കുകയുള്ളൂ. പക്ഷെ പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചത് കൊണ്ടാണ് ബലമില്ലാതാകുവോളം കരഞ്ഞ് കരഞ്ഞ് ബോധം കെട്ടു പോകുന്നത് പോലെ ദാവീദും കൂടെ ഉള്ളവരും കരഞ്ഞ് കരഞ്ഞ് ബലമില്ലാതാകുവോളം കരഞ്ഞു, കുഴഞ്ഞുപോയി, അതുപോലെ കരഞ്ഞു. അത്ര വലിയ കഷ്ടതയിലൂടെ അവർ കടന്നുപോയി. പക്ഷെ എന്നെ ഞെട്ടിച്ചത്, എന്നെ അത്ഭുതപ്പെടുത്തിയത് അടുത്ത വാക്കാണ്. ജനത്തിന്റെ ഓരോരുത്തന്റെ ഹൃദയം താന്റെ പുത്രന്മാരെ പുത്രിമാരെ കുറിച്ച് വ്യസനിച്ചിരിക്കുന്നത് കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് പറഞ്ഞു. കൂടെ നിന്നവരും ദാവീദിനെതിരായി. കാരണം ഇവന്റെ കൂടെ നിന്നത് കൊണ്ടാണ്, ദാവീദിന്റെ ഒപ്പം നിന്നത് കൊണ്ടാണ് ഈ പ്രതിസന്ധി മുഴുവൻ നമുക്കുണ്ടായത്. കാരണം ദാവീദിന്റെ ഒപ്പം നിന്നവരുടെ എല്ലാ ഭാര്യമാരെയും മക്കളെയും പിടിച്ചുകൊണ്ടുപോയി. ഇത് ദാവീദിനോടുള്ള ദേഷ്യമാണ്, ഇത് ദാവീദിനോടുള്ള എതിർപ്പാണ്, ഇത് ദൈവ പ്രവൃത്തികളോടുള്ള വിരോധമാണ്, ഇത് മനഃപൂർവ്വമാണ്. ഇന്ന് ദൈവത്തിന്റെ അഭിഷിക്തൻ എന്ന നിലയിൽ അധികാരത്തോടെ ഞാനൊരു വാക്ക് പറയുകയാണ്. നിന്നെ മനഃപൂർവ്വമായി വിഷമിപ്പിക്കാവുന്ന സകല സാഹചര്യങ്ങളെയും വ്യക്തികളെയും തമ്പുരാൻ ഒതുക്കാൻ പോവാണ്. ദാവീദിന്റെ കൂടെ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവർ, ദാവീദിന്റെ ഒപ്പം നിന്ന് അനുഗ്രഹീതരായവർ, ദാവീദിന്റെ ഒപ്പം നിന്ന് രക്ഷപ്പെട്ടവർ, ദാവീദിന്റെ ഒപ്പം നിന്ന് ദൈവകൃപയിൽ നിറഞ്ഞവർ, ജീവിതത്തിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാറ്റടിച്ചപ്പോൾ, അവർ പ്രതീക്ഷിക്കാത്തൊരു പ്രതിസന്ധി അവർക്ക് നേരെ വന്നപ്പോൾ, അവരുടെ ചിന്തകൾക്കപ്പുറമായ ഒരു പ്രതികൂലത്തിലൂടെ അവർ കടന്നുപോയപ്പോൾ, ഇതെല്ലാം ഇവന്റെ കുഴപ്പം കൊണ്ടാണ് എന്ന നിലയിൽ മുഴുവൻ ആൾക്കാരും, ഒരു ദേശം പുള്ളിക്കെതിരായി, ഒരു കൂട്ടം പുള്ളിക്കെതിരായി, തന്നെ ആശ്വസിപ്പിക്കേണ്ട ഭാര്യ കൂടില്ല, അവരെ പിടിച്ചുകൊണ്ട് പോയി, എല്ലാം എതിരായി. സത്യം പറഞ്ഞാൽ ഈ മനുഷ്യൻ ഒറ്റയ്ക്കായി, ഒറ്റപ്പെട്ടു. ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് ഒരു കേവലം പ്രസംഗമല്ല, ദൈവം എന്നെ കൊണ്ട് പ്രവചിപ്പിക്കുകയെന്ന് എനിക്കറിയാം. ഈ എൻ്റെ ആത്മാവിൽ എനിക്കതറിയാം, എന്നെ കൊണ്ട് പ്രവചിപ്പിക്കുകയാണ്. മുഴുവൻ സാഹചര്യങ്ങളും നിനക്കെതിരായി, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ നിന്റെ വീട്ടിൽ ആരുമില്ല, നിന്നെ അനുകൂലിക്കാൻ നിന്റെ കൂടെ ആരുമില്ല, നിന്നെ താങ്ങാൻ നിനക്ക് ആരുമില്ല, ഒരാശ്വാസ വാക്ക് പറയാൻ പോലും ആരുമില്ല. നീ ഈ നിലകളിൽ ഒറ്റപ്പെട്ടു നിന്ന് അലറിക്കരയുന്ന വ്യക്തിയാണെങ്കിൽ നീ ദാവീദിനെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഈ കഷ്ടതയുടെ നടുവിൽ, ഈ ഒറ്റപ്പെടലിന്റെ നടുവിൽ, ഈ നഷ്ടങ്ങളുടെ നടുവിൽ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ വേദനയുടെ നടുവിൽ തിരുവെടുത്ത് പറയുന്നു, ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. But David encouraged himself in the Lord is God. We find a tremendous amount of struggle and trouble in the life of David. If we turn our attention to 1 Samuel 30 verse 4, David and his men wept aloud until they had no strength left to weep. This is a situation which is unprecedented, because the reason for this weeping is that Amalekites have come and totally dismantled and destroyed everything which David had at Ziklag. And it was set on fire. Why it was set on fire? Because they wanted a complete destruction. Nothing was left for David. Everything living was taken out. Every wealth was looted and nothing remained, nothing left. And one of the greatest trouble David had ever had in his life, he is standing alone as a one person. This, as the pastor says, this is the unexpected trouble. This is unimaginable destruction. And the pastor says this is unexpected wind. And when such kind of winds, when it attacks you, you will weep like this. You won't have strength left in you. That was the situation. And the pastor says, if you are going through such kind of unexpected wind, the Lord is going to restore what you have lost in his life. You have lost everything. There is nothing left in your life. And the Lord says, the Lord is going to bring back things which you have lost. All the things which the enemy has taken away, the Lord is bringing it back into your life. And
The Lord says the Lord is bringing someone into a greater and deeper intimacy with the Lord. Intimacy for long hours. You are going to spend in the presence of the Lord. You will weep in the presence of the Lord. You will have greater spiritual experiences, and I receive that in Jesus' name. And this man David was completely stripped of everything he had, and the situation became worse when the people surrounding him took stones to stone at him, because David is the reason for all the loss they had. David was the person who was the helper for all these people. Now they have lost everything because of David, and they are taking up stones. And the Lord says that God is going to snuff out all such oppositions that is raising up against the anointed one of God. If you are anointed by the Lord, if people are turning against you, the Lord says that He is going to snuff out, He is going to extinguish all the things which are against you. The Lord is going to stop the opposition. Amen. But David strengthened himself Amen. in the Lord his God. But David encouraged himself Yes. in the Lord his God. ദാവീദ് തന്നെത്താൻ തൻ്റെ ദൈവമായ യഹോവയിൽ ബലപ്പെട്ടു. ബലപ്പെടുത്താൻ ഒരു പാസ്റ്റർ വന്നില്ല, ബലപ്പെടുത്താൻ ഒരു പ്രവാചകൻ വന്നില്ല, ബലപ്പെടുത്താൻ ഒരു രാജാവ് വന്നില്ല, ബലപ്പെടുത്താൻ കുടുംബക്കാരില്ല, ബലപ്പെടുത്താൻ നാട്ടുകാരില്ല, ബലപ്പെടുത്താൻ ഷോർട്ട് മെസ്സേജ് ഇല്ല, ബലപ്പെടുത്താൻ പാട്ടുകാരില്ല, ആരുമില്ല. ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ബലപ്പെടാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായി ദാവീദിനെ പോലെ ദൈവത്തോടൊരു ബന്ധം ഉണ്ടാകണം. ചിലപ്പോൾ ഒരു ദൈവ ശബ്ദവും നീ കേട്ടില്ല എന്ന് വരും. ഒരു വ്യക്തികളും നിന്നെ ആശ്വസിപ്പിക്കാൻ വന്നില്ല എന്ന് വരും. ആരും നിന്റെ കൂടെ ഇല്ല എന്ന് വരും. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ വരും. വരത്തില്ലെന്നല്ല, വരാം. പക്ഷേ one of the blessed and powerful message in the Bible, but David encouraged himself in the Lord is God. എൻ്റെ ഹസ്ബൻഡ് എന്നെ എൻകറേജ് ചെയ്യുന്നില്ല, എൻ്റെ ഭാര്യ എന്നെ എൻകറേജ് ചെയ്യുന്നില്ല, എൻ്റെ പാസ്റ്റർ എന്നെ എൻകറേജ് ചെയ്യുന്നില്ല, എൻ്റെ സഹോദരങ്ങൾ എന്നെ എൻകറേജ് ചെയ്യുന്നില്ല, എൻ്റെ വീട്ടുകാരെന്നെ എൻകറേജ് ചെയ്യുന്നില്ല. വേണ്ട, നിനക്ക് ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിൽ നിന്നെ തന്നെ ബലപ്പെടുത്താൻ കഴിയുന്ന ഒരു സോഴ്സ് ഉണ്ടെന്ന്. എനിക്കിത് എങ്ങനെ ഇത് പറയേണ്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ പ്രിയരെ. വീഡിയോകൾ കണ്ട് എൻകറേജ്ഡ് ആവുന്നവരുണ്ട്, പാട്ടുകൾ കേട്ട് എൻകറേജ്ഡ് ആകുന്നവരുണ്ട്, ഒരു പ്രവാചകന്റെ പ്രവചന ശബ്ദം റെക്കോർഡ് ചെയ്ത് വെച്ചത് പിന്നെയും കേട്ട് എൻകറേജ്ഡ് ആകുന്നവരുണ്ട്. പക്ഷെ ഇതിലെല്ലാം ഉപരിയായി ഈ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലാതെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രതികൂലത്തിന്റെ ഘട്ടത്തിൽ, ചാമ്പൽ കൂമ്പാരത്തിന്റെ മുകളിലിരുന്നു കൊണ്ട്, പ്രതികൂലത്തിന്റെ നടുവിൽ, ശത്രു മുഴുവൻ കത്തിച്ച് കരിച്ചു കളഞ്ഞതിന്റെ നടുവിൽ, ചുറ്റും നോക്കിക്കാണാൻ ഒന്നുമില്ലാതിരിക്കുമ്പോൾ, ഒപ്പം നിൽക്കുന്നവർ എതിരായിരിക്കുമ്പോൾ, കയ്യിൽ എറിയാൻ കല്ലുമായി ഒരു കൂട്ടർ കരുതി നിൽക്കുമ്പോൾ, അതിന്റെ നടുവിലും നിനക്ക് ബലപ്പെടാൻ കഴിയുന്ന നിലകളിൽ ദൈവത്തോടൊരു ബന്ധം, പരിശുദ്ധാത്മാവിനോടൊരു ബന്ധം ഇന്ന് പകലുണ്ടോ? ഉണ്ടോ? തല ഉയർത്തി എന്നെ ഒന്ന് നോക്കി. ഈ ബന്ധമുണ്ടോ? ഞാൻ ഈ സ്റ്റേജിൽ വന്നപ്പം മുതൽ നിങ്ങളോട് ചോദിക്കണമെന്ന് എനിക്ക് തോന്നിയ ഒരു ചോദ്യം ഞാൻ മറന്നുപോയെങ്കിലും പിന്നെയും പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിച്ചതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഹൗ ഈസ് യുവർ പ്രയർ ലൈഫ്? നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? ഞാൻ പേഴ്സണലി ചോദിക്കുക, ഞാൻ കണ്ണെ നോക്കി ചോദിക്കുക. നഷ്ടങ്ങളുടെ നടുവിൽ, ചാമ്പൽ കൂമ്പാരത്തിന്റെ മുകളിൽ സകലതും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ഭാര്യയില്ല, മക്കളില്ല, രാജ്യമില്ല, സാമ്രാജ്യമില്ല, പിന്നെ തോളോടൊപ്പം തോള് ചേർന്ന് ഉരുമി നടന്ന കുറെ എണ്ണം സെക്കൻഡുകൾ കൊണ്ട് അങ്ങ് എതിരായി. അവരും എറിയാൻ കയ്യിൽ കല്ലുമെടുത്ത് നിൽക്കുക.
ഈ മനുഷ്യൻ ഒറ്റപ്പെട്ട് ചാമ്പൽ കൂമ്പാരത്തിന്റെ മുകളിലിരുന്നുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്. വാക്യം 7. ദാവീദ് അഹിമേലെക്കിന്റെ മകനായ അബ്യാഥിർ പുരോഹിതനോട് ഏഫോദ് എവിടെ, ഏഫോദ് എവിടെ, കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അബ്യാഥാർ ഏഫോദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്താണ് എഫോദ്? എഫോദ് ഈസ് ദ ഹോളി ഗാർമെന്റ്. മഹാപുരോഹിതന്റെ വസ്ത്രമാണ്. മഹാപുരോഹിതൻ പുറമേ ഏപ്രിൻ പോലെ അണിയുന്ന വസ്ത്രമാണ് എഫോദ്. എഫോദിന്റെ നടുക്ക് 12 കളറിലുള്ള രത്നങ്ങൾ പുരോഹിതൻ പതിച്ചിരിക്കുന്ന 12 ഗോത്രങ്ങളുണ്ട്. പുരോഹിതൻ ധരിക്കുന്ന എഫോദിന്റെ നടുക്ക് നെഞ്ചോട് ചേർന്നുള്ള ഭാഗത്ത് 12 ഗോത്രങ്ങൾക്ക് അടയാളമായി 12 രത്നങ്ങൾ 12 കളറിൽ പതിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ദാവീദ് അന്വേഷിക്കുന്നത് തന്റെ ഹോളി ഗാർമെന്റ്സ് ആണ്. Where is എഫോദ്? എഫോദ് എവിടെ? വാളെവിടെയെന്നല്ല, തോക്കെവിടെയെന്നല്ല, എന്റെ സൈന്യം എവിടെയെന്നല്ല, എന്റെ സർവ്വസന്നാഹങ്ങൾ എവിടെയെന്നല്ല, ഹോളി ഗാർമെന്റ് എവിടെ, എഫോദ് എവിടെ? ഞാൻ എൻ്റെ ഭാഷയിൽ എനിക്ക് തന്ന വെളിപ്പാടിൽ ഞാനത് കണക്ട് ചെയ്യാണ്. എൻ്റെ പ്രയർ കാർപ്പറ്റ് എവിടെ? പുരോഹിതനായ അബ്യാഥാറിന് മാത്രമേ ദാവീദിന് എഫോദ് കൊടുത്ത് സഹായിക്കാൻ കഴിയൂ. കാരണം അത് പുരോഹിതന്റെ വസ്ത്രമാണ്. 12 ഗോത്രങ്ങളെ, ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ അങ്ങോട്ടെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് ചാമ്പൽ കൂമ്പാരത്തിന്റെ മുകളിലിരുന്ന് തമ്പുരാന്റെ മുഖം അന്വേഷിക്കുമ്പോൾ അകത്ത് കത്തിയ വെളിപ്പാടെന്നറിയാവോ? ഈ 12 ഗോത്രത്തെയും തൊടാൻ ശത്രുവേ നിനക്ക് സാധ്യമല്ല. ഇന്ന് ആരോടൊക്കെയോ പരിശുദ്ധാത്മ പ്രവചിക്കുന്നു. നിന്റെ പ്രാർത്ഥനാ കാർപ്പറ്റിനകത്ത് നിന്റെ മക്കളുടെ പടം എടുത്തു വെച്ച് നീ പ്രാർത്ഥിക്കുന്നില്ലേ? ആരുടെയൊക്കെയോ ഫോട്ടോ വെച്ച് നീ പ്രാർത്ഥിക്കുന്നില്ലേ? ഏതൊക്കെയോ പ്രമാണങ്ങൾ വെച്ച് നീ പ്രാർത്ഥിക്കുന്നില്ലേ? ഏതൊക്കെയോ എഴുതി വെച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുന്നില്ലേ? അതിന്റെ മുകളിലേക്ക് ഇന്ന് പകൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരികയാണ്. അഞ്ചാം വാക്യത്തിൽ David strengthened himself. David encouraged himself because he had the personal relationship and the personal connection with Yahweh Almighty. മോളെ എല്ലാവരും എന്നെ നോക്കിയേ. എപ്പോഴാ നിന്റെ ജീവിതത്തിൽ ചില കൊടുങ്കാറ്റ് വരുന്നതെന്ന് പറയാൻ പറ്റുകയില്ല. എപ്പോഴാ ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അവിടെ നീ തളർന്നു പോകാതിരിക്കണമെങ്കിൽ, അവിടെ നീ തകർന്നു പോകാതിരിക്കണമെങ്കിൽ, അവിടെ ആങ്സൈറ്റി ഇല്ലാതെ, ആകുലതകളില്ലാതെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയണമെങ്കിൽ, ചാമ്പൽ കൂമ്പാരത്തിന്റെ മുകളിലിരുന്നും അപ്പാ എന്ന് വിളിക്കുന്ന ഒരു ബന്ധം ദൈവത്തോട് വേണം. നിന്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? ഈ സ്റ്റേജിൽ ഞാൻ ഇന്ന് വന്ന് കയറിയപ്പോൾ മുതൽ ഞാൻ കേൾക്കുന്ന ശബ്ദമാണ്, മോനെ നീ പറയണം ഇവരോട്, ഇവർക്ക് എന്നോട് പഴയ പോലെ ബന്ധമില്ല, ഇവരെന്നോട് പഴയ പോലെ മിണ്ടുന്നില്ല, ഇവരെന്നോട് പഴയതുപോലെ അടുക്കുന്നില്ല, ഇവര് തിരക്കാണ്, ഇവരിങ്ങനെ അകലം വിട്ടു പോവുകയാണ്. എൻ്റെ അടുത്ത് കുറേയും കൂടെ അടുത്ത് വരാൻ, എൻ്റെ അടുത്ത് ഒരു ദിവസത്തിൽ ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് മിണ്ടാൻ നീ ഇവരോടൊന്ന് പറയണം. നിങ്ങൾക്കറിയോ, പകൽ മുഴുവൻ ശുശ്രൂഷ കഴിഞ്ഞിട്ട് എല്ലാ സന്ധ്യായാമത്തിലും മലയുടെ മുകളിൽ കയറിപ്പോയി അപ്പനോട് മിണ്ടുന്നൊരു മോനുണ്ടായിരുന്നു. എല്ലാ പകലത്തെ ശുശ്രൂഷകളും കഴിഞ്ഞ് എല്ലാ സന്ധ്യാസമയത്തും മലമുകളിൽ കയറിപ്പോയി രാത്രികാലങ്ങളിൽ അപ്പനോട് സംസാരിക്കുന്ന ഒരു പുത്രനുണ്ടായിരുന്നു. ആ പുത്രനും കിട്ടി കുരിശ്, ആ പുത്രനും കിട്ടി അടി, ആ പുത്രനും കിട്ടി പീഡനം. പക്ഷേ അപ്പനോടുള്ള ബന്ധം അവനിൽ നിന്നതുകൊണ്ട് കല്ലറകൾക്കോ ക്രൂശിനോ
അവനെ തകർക്കാൻ കഴിഞ്ഞില്ല. അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. പരിശുദ്ധാത്മ പറയുന്നു, ദൈവത്തോടുള്ള നിന്റെ ബന്ധം നീ വീണ്ടെടുക്കുക. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ നീ തിരികെ പിടിക്കുക. നിന്റെ പ്രയർ കാർപ്പറ്റ് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിവർത്തിയിടുക. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തോട് സംസാരിക്കുക, ദൈവവചനത്തെ ധ്യാനിക്കുക. David is in one of the greatest troubles he ever had in his life. Everything is gone, nothing left, and the one and the only thing which he did in such kind of a tremendous situation is that we find in verse 6. Verse 6 says, David encouraged himself in the Lord. This is one of the greatest encouragement, one of the most prolific verses of encouragement in the Bible. There are no songs, there are no short videos for encouragement. There is no prophecy, no prophets, nothing is there. Only ashes. He is standing on top of the ashes, and on top of the ashes, what David does is he encouraged himself in the Lord. And today the Lord asks all of us, do you have that kind of a relationship with God to imbibe that power and encouragement from the Lord? Do you have that kind of an intimacy with the Lord so that you can have the supply of the encouragement? The Lord asks all of us today, how is your prayer life? David stands on the ashes, and he says in verse 7, David said to Abiathar the priest, the son of Ahimelech, bring me the ephod. And Abiathar brought it to him. Bring me the ephod. And the pastor says, what is ephod? That is the holy garment which the priest wears. Or the revelation which comes to us is that, where is my prayer carpet? The Lord asks all of us today, where is your prayer carpet? Have you talked with the Lord at least for 10 minutes? The Lord Jesus Christ had a sustained relationship with his Father, and though cross came to him, there was a resurrection waiting for him. And the Lord asks all of us today, where is the prayer carpet? And the Lord asks, where is your prayer book? Those who have written down the names, the things, the photos, the Lord says the Lord is going to touch that. The Lord is going to take up your case. If you have the prayer carpet, you will not fail in your life. The Lord says the Lord will increase your prayer life and will sustain it. എഫോദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ 8ാമത്തെ വാക്യത്തിൽ ദാവീദ് ദൈവത്തോട് ചോദിക്കുന്നു. ഞാനതാ പറഞ്ഞ ബന്ധം എവിടെ ഇരുന്നാ പുള്ളി ചോദിക്കുന്നേ? കത്തി നശിച്ച പട്ടണത്തിന്റെ നടുവിൽ. നിങ്ങളുടെ കൂട്ടുണ്ടായ നഷ്ടമല്ല, 100 കണക്കിന് നഷ്ടങ്ങളുടെ നടുവിൽ, ഏറ്റവും കഷ്ടത്തിലായ അവസ്ഥയുടെ നടുവിൽ, കരയാൻ ബലമില്ലാതാകുവോളം കരഞ്ഞു കുഴഞ്ഞു വീണ് കിടക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ ദൈവത്തോട് ചോദിക്കുന്നു, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണോ? പക്ഷേ ദാവീദ് ചോദിക്കുന്നു, ഞാൻ അമാലിയോക്കരെ പിന്തുടരണോ? ഞാൻ അവരെ എത്തിപ്പിടിക്കുമോ? ദൈവത്തോട് ചോദിക്കുകയാണ്. പ്രതിസന്ധിയുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണമാണോ കൂടുതൽ, പിറുപിറുക്കുന്നവരുടെ എണ്ണമാണോ കൂടുതൽ? പക്ഷെ ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. വാൾ അന്വേഷിക്കേണ്ടവൻ എഫോദ് അന്വേഷിക്കുകയാണ്. ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണോ? ഞാൻ അവരെ എത്തിപ്പിടിക്കോ? പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവിൻ്റെ അടുത്തൊന്ന് ഇരിക്കാവോ? മാനസിക സംഘർഷങ്ങളുടെ നടുവിൽ ഒരു അരമണിക്കൂർ ഒന്ന് പ്രാർത്ഥിക്കാവോ? ഒരു പായ എടുത്തിട്ടിട്ട് അതിനകത്ത് കയറി കുറച്ചു നേരം മുട്ടയിൽ നിന്ന് കൈ ഉയർത്തിപ്പിടിച്ച് ദൈവത്തോടൊന്ന് വർത്താനം പറയാവോ? ദൈവമുഖം ഒന്ന് അന്വേഷിക്കാവോ? അന്വേഷിച്ചാൽ നീ ഒരു ശബ്ദം കേൾക്കും. ദാവീദിനോട് ദൈവം പറയുകയാണ്, പിന്തുടരുക. നീ അവരെ നിശ്ചയമായും എത്തിപ്പിടിക്കും. നീ സകലവും വീണ്ടു കൊള്ളും. നിശ്ചയമായും നിന്റെ ഈ പ്രതിസന്ധിയെ ദൈവം എടുത്ത് കളയും. നിനക്ക് തന്നെ താൻ ജയിക്കാൻ പറ്റാത്ത പല മേഖലയും ദൈവം നിന്നെ ജയിപ്പിക്കും. I release
this prophetic word here, Lord. നിനക്ക് തന്നെ താൻ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത പലതും ദൈവം നിനക്ക് വേണ്ടി കൈകാര്യം ചെയ്യും. ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണോ? ദൈവമേ, നീ പറയാത്ത ഒരു കാര്യത്തിനും ഞാൻ സ്റ്റെപ്പ് വയ്ക്കില്ല. എന്റെ കൈ വാള് കാണും, വടി കാണും, അധികാരം കാണും, പദവി കാണും. ഞാൻ ദാവീദായിരിക്കും, രാജാവായിരിക്കും. പല യുദ്ധങ്ങളും ജയിച്ച അനുഭവ സമ്പത്തുണ്ടാകും. പക്ഷേ ദാവീദ് ചെന്നെടുത്തൊക്കെയും യഹോവ അവന് ജയം കൊടുത്തെന്ന് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ 5 തവണ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്നാണെന്നറിയോ? ദൈവത്തോട് ചോദിക്കാതെ ഈ മനുഷ്യൻ ഒരു സ്റ്റെപ്പ് വെക്കുകയില്ലായിരുന്നു. ദൈവത്തോട് ചോദിക്കാതെ ഒരിക്കൽ ഒരിടത്ത് മാത്രം പുള്ളി ഒരു സ്റ്റെപ്പ് വെച്ചു. അത് പുള്ളി ഭയങ്കര വില കൊടുക്കേണ്ടി വന്നു. അതിന് ജീസസ്, നീ അവരെ എത്തിപ്പിടിക്കും, നീ സകലതും വീണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞു. പ്രോമിസ് കിട്ടി, പറഞ്ഞ് വാഗ്ദത്തം കിട്ടി, പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം മറുപടി കൊടുക്കും. ദൈവത്തിന്റെ ഇടപെടിയിൽ പത്മോസ് ദ്വീപിലും ഉണ്ടാകും. ദൈവത്തിന്റെ ഇടപെടിയിൽ ചാമ്പൽ കൂമ്പാരങ്ങളുടെ മധ്യേ ഉണ്ടാകും. ദൈവത്തിന്റെ ഇടപെടിയിൽ കാരാഗ്രഹത്തിലും ഉണ്ടാകും. ദൈവത്തിന്റെ ഇടപെടിയിൽ കർമ്മേലിലും ഉണ്ടാകും. ദൈവത്തിന്റെ ഇടപെടിയിൽ തീച്ചൂളയുടെ നടുവിലും ഉണ്ടാകും. ദൈവത്തിന്റെ ഇടപെടിയിൽ സിംഹക്കുഴിയിലും ഉണ്ടാകും. ദൈവത്തിന് ഏതു സാഹചര്യത്തിലും നിന്നോട് സംസാരിക്കാൻ കഴിയും. സംസാരിക്കാൻ കഴിയും. വാഗ്ദത്തം കിട്ടി. 11ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ രംഗം മാറി. അവർ വയലിൽ വെച്ചൊരു മിസ്രയീമിനെ കണ്ടു. അവന്റെ അടുക്കൽ ചെന്ന് അവൻ അപ്പം കൊടുത്തു. അവൻ തിന്നു. അവൻ കുടിക്കാൻ വെള്ളവും കൊടുത്തു. ദാവീദ് അവനോട് ചോദിക്കുകയാണ് 13ാം വാക്യത്തിൽ, നീ ആരുടെ ആളാണ്? നീ എവിടുത്തുകാരനാണ്? അവൻ പറഞ്ഞു, ഞാനൊരു മിസ്രൈമ ബാല്യക്കാരൻ, ഒരു അമാല്യോക്യന്റെ ഭൃത്യൻ. 3 ദിവസം മുമ്പേ എനിക്ക് ദീനം പിടിച്ചത് കൊണ്ട് എൻ്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു. കണ്ടോ? ശത്രുപാളയത്തിൽ നിന്നുള്ള ഒരുത്തനെ ദൈവം ഇപ്പുറത്താക്കുക. അമാലിയകരാണല്ലോ ഇത് മുഴുവൻ നശിപ്പിച്ചേ. ഒരു അമാലിയോക്കന്റെ സഹഭൃത്യനെ ദൈവം ഇപ്പുറത്താക്കി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. 15ാമത്തെ വാക്യത്തിൽ ദാവീദ് അവനോട് ചോദിക്കുന്നുണ്ട്, ആ പരീക്ഷയുടെ അടുക്കിലേക്ക് നീ വഴി കാണിച്ചു തരുവോ? അപ്പൊ യുവമാരിപ്പോ എവിടാ ഇരിക്കുന്നതെന്ന് ദാവീദിന് അറിഞ്ഞുകൂടാ. ദാവീദിന് ദൈവം വാഗ്ദത്തം കൊടുത്തു, നീ അവരെ പിന്തുടരും, നീ സകലതും തിരിച്ചു പിടിക്കും. പക്ഷെ യുവമാർ എവിടാന്ന് അറിഞ്ഞുകൂടാ. അപ്പോഴാണ് അവന്റെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തനെ ദൈവം ഇപ്പുറത്താക്കി കൊടുക്കുന്നത്. ദാവീദ് അവനോട് ചോദിക്കുന്നു, ഇപ്പൊ അവന്മാർ എവിടെ ഉണ്ട്? ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം നിന്റെ മേളിൽ വീണാൽ തമ്പുരാൻ ഏത് റൂട്ടും പിടിക്കും. അവൻ പറയുകയാണ്, നീ എന്നെ കൊല്ലുകയോ എന്റെ യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കുകയോ ചെയ്യത്തില്ലെന്ന് ദൈവനാമത്തിൽ എന്നോട് സത്യം ചെയ്താൽ ആ പരീക്ഷയുടെ അടുക്കിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം. അപ്പുറത്ത് നിന്ന് നിന്നെ പണിയുന്നവനെ ഇപ്പുറത്താക്കുന്ന ദൈവം. ഞാൻ ഇങ്ങനെ ഒരു പ്രവചനം പറയാം, സകലതും തിരിയാൻ പോവാ. സകലതും തിരിയാൻ പോവാ. നിനക്ക് വിരോധമായി നിൽക്കുന്ന സകലതും തിരിയാൻ പോവാ. ദാവീദ് അവരെ സന്ധ്യ മുതൽ 17ാമത്തെ വാക്യത്തിൽ ദാവീദ് അവരെ സന്ധ്യ മുതൽ പിറ്റേന്നാൾ വൈകുന്നേരം വരെ സംഗ്രഹിച്ചു. സന്ധ്യക്ക് കേറിയ കയറ്റവിളി. അമാല്യോക്യന്റെ പാളയത്തിലകത്തോട്ട് സന്ധ്യക്ക് ഒരു കയറ്റം കയറി. പിറ്റേ ദിവസം വൈകുന്നേരം വരെ നിന്ന് യുദ്ധം ചെയ്തു. ഈ ബലം എവിടുന്ന് കിട്ടി പുള്ളിക്ക്? കരഞ്ഞു കുഴഞ്ഞ് ക്ഷീണിച്ച് ബലമില്ലാതായവനല്ലേ. ഇന്ന് സന്ധ്യക്ക് യുദ്ധം ചെയ്യാൻ കയറിയവൻ പിറ്റേ ദിവസം വൈകിട്ട് വരെ നിന്ന് അടിച്ചു. ഈ ബലം എവിടുന്ന് കിട്ടി? സാഹചര്യങ്ങളുടെ മുമ്പിൽ അവൻ കരഞ്ഞു കുഴഞ്ഞെങ്കിലും ആത്മാവിനകത്ത് അവൻ ബലപ്പെട്ടു. നിന്റെ ആത്മാവിന്റെ ബലമാ ബലം. നിന്റെ ആത്മാവിന്റെ ശക്തിയാ ശക്തി. പ്രാർത്ഥനാ ജീവിതം വീണ്ടും കൊള്ളണം. അമാലിയക്കിനെ കണ്ടോണ്ടോ? സിക്ലാഹ് കത്തിച്ച് നശിച്ചുകൊണ്ടോ? നഷ്ടം കണ്ടോണ്ടോ? ജോലി കിട്ടാത്തതുണ്ടോ? എന്തോ നിനക്കെന്തോ ദൈവത്തെ അറിഞ്ഞത് ബുദ്ധിമുട്ടായി തീർന്നത് ചിന്തിച്ചതുകൊണ്ടോ? നീ ദൈവത്തോടുള്ള ബന്ധം അവസാനിപ്പിച്ചാൽ അതോടുകൂടെ മൊത്തം അവസാനിക്കുകയാണ്. പക്ഷെ ഈ സാഹചര്യത്തിലും
നീ പ്രാർത്ഥനയിൽ തിരിച്ചു കയറി വരണം. നീ പ്രാർത്ഥനയിൽ തിരിച്ചു കയറി വരണം. കയറി വന്നാൽ ദൈവം നിന്നോട് സംസാരിക്കും. നീ അവരെ പിന്തുടരും. ദൈവം പറയാ, നീ അവരെ പിന്തുടരും, നീ അവരെ പിടിക്കും. ദാവീദ് അത് വിശ്വസിച്ചു. എവിടെ ഇട്ട് പിന്തുടരും? അവരെന്തേ? എവിടെ പോയി പിടിക്കും? അവരെവിടാ? അറിഞ്ഞൂടാ. അപ്പോഴാണ് അവന്റെ കൂട്ടത്തിലുള്ള ഒരുത്തൻ വഴി തെറ്റി ഇതിനകത്ത് വന്ന് കയറുന്നേ. ഞാൻ ഇന്നൊരു വെളിപ്പാട് പറയുക, നിന്റെ മേളിലൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ അത് നടത്തിയെടുക്കാൻ ദൈവം ഏത് റൂട്ട് പിടിക്കും. ചിലപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നവനെ ഇപ്പുറത്താക്കും, ഇപ്പുറത്ത് നിൽക്കുന്നവനെ അപ്പുറത്താക്കും. വേണ്ടി വന്ന ചെങ്കടൽ രണ്ടാക്കും. വേണ്ടി വന്ന കാരാഗ്രഹം തുറക്കും. നിന്റെ മേളിൽ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. ദൈവം അത് ചെയ്യും. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ കാണത്തില്ല എന്ന് ദൂത് റിലീസായാൽ ചെങ്കടൽ ദൈവത്തിനൊരു വിഷയമല്ല. നീ പിന്തുടരും, നീ അവരെ പിടിക്കും. കാരണം ചാമ്പൽ കൂമ്പാരത്തിന്റെ മുകളിലിരുന്ന് ദൈവം എന്തെന്ന് ചോദിച്ചവനല്ല നീ, ഏഫോദ് അന്വേഷിച്ചവനാണ് നീ. ദൈവമുഖം അന്വേഷിച്ചവരുണ്ടോ? ദൈവമുഖത്ത് നോക്കിയവരുണ്ടോ? സാഹചര്യം തമ്പുരാന് വിഷയമല്ലെന്നോ? ഇപ്പുറത്ത് നിന്ന് ഒരുത്തനെ നാവിഗേറ്ററുമായിട്ട് ഇപ്പുറത്ത് കൊണ്ടുവന്നു. വഴി പറഞ്ഞു കൊടുക്കാൻ, റൂട്ട് പറഞ്ഞു കൊടുക്കാൻ. സന്ധ്യ മുതൽ പിറ്റേ ദിവസം വൈകുന്നേരം വരെ നിന്ന് 17-ാമത്തെ വാക്യത്തിൽ സംഗ്രഹിച്ചു. അവരിൽ ഒരുത്തനും ഒഴിഞ്ഞു പോകുകയില്ല. 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദാവീദിന്റെ ഭാര്യമാരെ ദാവീദ് ഉദ്ധരിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ, വാക്യത്തിലോട്ട് നോക്കിക്കോ, അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ, ചെറുതോ വലുതോ, പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കിക്കൊണ്ടുപോകുന്നു. നീ ജയിക്കും. ദൈവം നിന്നെ ജയിപ്പിക്കും. നീ സകലത്തെയും തിരിച്ചു പിടിക്കും. നീ സകലത്തെയും തിരിച്ചു പിടിക്കും. I really love this word. David brought it all back. David recovered all. David recovered all. പിശാചേ, നീ കൊണ്ടുപോയ ചെറുതും നീ കൊണ്ടുപോയ വലുതും. പറ, ചെറുതാകട്ടെ വലുതാകട്ടെ, ഇന്ന് മുഴുവനും തിരിച്ചു പിടിക്കുക. എന്റെ ആരോഗ്യം, എന്റെ സൗഖ്യം ഞാൻ തിരിച്ചു പിടിക്കുക.